നമസ്കാരം. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നമ്മുടെ റെസ്യൂമേ, അല്ലേ? നമ്മുടെ റെസ്യൂമേ അല്ലെങ്കിൽ നമ്മുടെ ബയോഡാറ്റ. നല്ലൊരു റെസ്യൂമെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ ആ ഇൻ്റർവ്യൂവിന് മുമ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ക്യാൻഡിഡേറ്റിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റിയാണ്. നന്നായി പഠിച്ചിട്ടും അത് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ വിചാരിക്കും നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല, നിങ്ങൾ അത്ര പോരാൻ തന്നെ അയാൾ വിചാരിക്കും, അല്ലേ? അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ റെസ്യൂമേൽ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന കുറച്ച് പിഴവുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതെന്താണ് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു MBA പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങൾ MBA പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ +2 പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ അതിനുശേഷം 3 വർഷത്തെ ഡിഗ്രിയും കഴിഞ്ഞ് അതിനുശേഷമാണ് നിങ്ങൾ MBA എടുക്കുന്നത്, അല്ലേ? അതായത് 10ാം ക്ലാസ് +2 ഡിഗ്രി MBA. അപ്പം നിങ്ങളുടെ റെസ്യൂമേൽ ഞാൻ ഈ പറഞ്ഞ പാറ്റേണിലാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് തെറ്റായ ഒരു മെത്തേഡാണ്. ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണോ അത് വേണം നിങ്ങൾ ഫസ്റ്റ് മെൻഷൻ ചെയ്യാൻ. അപ്പം ഞാൻ നേരത്തെ MBA എന്ന് പറഞ്ഞു. അപ്പം MBA ആണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് MBA ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റത്തെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണിക്കട്ടെ. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് വേണം നിങ്ങൾ ഡിഗ്രി കാണിക്കാൻ. അതിൻ്റെ താഴെയാണ് +2 വരുന്നത്, അതിൻ്റെ താഴെയാണ് 10ാം ക്ലാസ് വരുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ഡിപ്ലോമയോ എന്തെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ കോഴ്സുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞാനിപ്പോൾ സംസാരിച്ചത് ഞാൻ ചെറിയൊരു ഒരു 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 പിക്കാക്കി നിങ്ങളെ ഈ വീഡിയോ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് MBA ആണ്. അതായത് MBA ഇന്ന കോളേജിൽ നിന്ന് ഇന്ന സമയത്ത് പഠിച്ചിറങ്ങി എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ BBA ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് പഠിച്ചിറങ്ങിയതാണ് BBA. അതിൻ്റെ താഴെയാണ് +2, അതിൻ്റെ താഴെയാണ് 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്ലോമ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു MBA HR പഠിച്ച ഒരാളുടെ ഒരു ബേസ് വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ അതിൻ്റെ അകത്ത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കോളം ഒക്കെ വരച്ച് പല രീതിയിൽ മെൻഷൻ ചെയ്യാം. പക്ഷേ ഈ ഒരു പാറ്റേണിൽ വേണം വരാൻ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ഹയസ്റ്റ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ളത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ്, അങ്ങനെ വേണം നിങ്ങൾ വരാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരം ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. ഇത് ഉപകാരം ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല അറിവുകൾ ഇതിലൂടെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.